ഹായ്! ഇന്ന് നമുക്കൊരു പാവയ്ക്ക തീയലുണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് പുളി. അത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ ദേ പാവയ്ക്ക കൊത്തി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുക്കാം. കൂടെ കുറച്ച് പച്ചമുളകും. ഞാനിവിടെ 2 പേർക്കുള്ള അളവിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്ക് കുറച്ച് കടുക് മണികളിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായി കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുഞ്ഞായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് ഇപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയൊന്ന് നന്നായി ഇളക്കി ചേർത്ത് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വരണ്ട് വരണേ. ഇത് ഏകദേശം ഇതുപോലെ ഒന്ന് ആക്കി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പുളിവെള്ളമില്ലേ, അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി. എന്ത് ടേസ്റ്റാണെന്നറിയാമോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.